വീഡിയോയുമായി എത്തിയിരിക്കുന്നു. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്, ഒരു കസ്റ്റമർ വിളിച്ച് ചോദിച്ചു എനിക്കൊരു ലാപ്ടോപ്പ് എടുക്കണം. അപ്പോൾ സെക്കൻഡ് ഹാൻഡാണ് അവർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലാപ്ടോപ്പ് അവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അതായത് അത് ഏതാണ് പ്രോസസ്സർ, എത്ര മെമ്മറി ഉണ്ട്, ഏതാണ് വിൻഡോസ്, ആ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അതങ്ങനെ നോക്കണമെങ്കിൽ ഒരു ടിപ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതൊന്നുമില്ല, നിങ്ങൾ എന്താ പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത്, അതായത് മൈ കമ്പ്യൂട്ടറിൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പി സിൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ പ്രോസസ്സറും ഇതിൻ്റെ ചെറിയ ഡീറ്റെയിൽസ് മാത്രമേ കിട്ടുള്ളൂ. ഇതണ്ട 4 GB റാം, ഗ്രാഫിക്സ്, സ്റ്റോറേജ്, ഇത്രയും സാധനങ്ങൾ കിട്ടും. ഇനിയും കണ്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇത് കുറച്ച് താഴേക്കാക്കാം. താഴേക്കായ ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വിൻഡോസ് പവർ ഷെൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കണ്ട വിൻഡോസ് പവർ ഷെൽ സിസ്റ്റം, ഇത് ജസ്റ്റ് ക്ലിക്ക് റൈറ്റ് ബട്ടൺ അടിക്കുക. റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എസ് ഓർ നോ ചോദിക്കും, ഇവിടെ എസ് കൊടുക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് സിസ്റ്റം ഇൻഫോ എന്ന് ടൈപ്പ് ചെയ്യാം. എൻ്റെ എൻ്റർ കൊടുക്കാം. സിസ്റ്റം ഇൻഫോ. അപ്പോൾ ഇങ്ങനെ കാണിക്കും, സിസ്റ്റം ഇൻഫോ. അപ്പം കണ്ട നമ്മൾ സിസ്റ്റത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നത് കണ്ട, സിസ്റ്റം മാനുഫാക്ചർ, പിന്നെ സിസ്റ്റം മോഡല്, പിന്നെ സിസ്റ്റത്തിൻ്റെ ടൈപ്പ്, പ്രോസസ്സർ, ഇൻ്റൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അത്. പിന്നെ ബയോസിൻ്റെ വേർഷൻ, പിന്നെ വിൻഡോസ് ഡയറക്ടറി, വിൻഡോസ് സിസ്റ്റം എല്ലാം, ഇതിൻ്റെ ബൂട്ട് DVS, പിന്നെ നമ്മളെ സിസ്റ്റത്തിൻ്റെ ലോക്കൽ യുണൈറ്റഡ് സ്റ്റേറ്റ്, പിന്നെ സോണ്, ടൈം സോൺ, ടോട്ടൽ ഫിസിക്കൽ മെമ്മറി, വെരിയബിൾ ഫിസിക്കൽ മെമ്മറി, എല്ലാം വെർട്ടിക്കൽ മെമ്മറി എല്ലാം കാണിക്കുന്നത്. നെറ്റ്വർക്ക് കാർഡിൻ്റെ പേര് നമുക്ക് സാധാരണ കാണിക്കില്ല, മറ്റേതിൻ്റെ അകത്ത് കാണിക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം കാണിക്കുന്നത്, വിശദമായിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. അതേപോലെ വൈഫൈൻ്റെ അഡാപ്റ്റർ ഏതാണ്, പിന്നെ ബ്ലൂടൂത്ത് DVS, പിന്നെ നമ്മൾ ഡിസ്പ്ലേ, പിന്നെ അതിൻ്റെ VM മോണിറ്റർ മോഡ് എക്സഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയാൽ മതി. അതുകൂടാതെ നമ്മൾ പിന്നെ മൈ കമ്പ്യൂട്ടർ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ബട്ടൺ പ്രോപ്പർട്ടീസ് എടുത്ത് കഴിഞ്ഞാൽ കാണിക്കുന്ന ഈ സ്റ്റോറേജ് ഇല്ലേ,